മഴതോരു മുൻപേ സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. കേരളത്തിലെ സ്വകാര്യ റിസോർട്ടിലെ അടച്ചിട്ട മുറിയിൽ അവിടെ കൂടിയിരിക്കുന്നത് ബാലചന്ദ്രന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചില വ്യക്തികളാണ്. അയാളുടെ ഭാര്യ സഹോദരന്മാരായ ശിവശങ്കര മേനോനും രാജീവ് മേനോനും അവരുടെ ബന്ധുവായ ഗിരീഷും പിന്നെ മധ്യസ്ഥയായി എത്തുന്ന ഒരു രാഷ്ട്രീയ നേതാവും. ബാലചന്ദ്രനെ അങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തിയത് വെറുതെ സൗഹൃദം പങ്കിടാനായിരുന്നില്ല, അയാളെ വിചാരണ ചെയ്യുക എന്നതായിരുന്നു ലക്ഷ്യം. അലീന എന്ന പെൺകുട്ടിയുമായിട്ടുള്ള അയാളെ ബന്ധത്തെ ചോദ്യം ചെയ്യുക, അവളെ വീട്ടിൽ നിന്നും പുറത്താക്കാൻ അയാളെ നിർബന്ധിക്കുക, ഇതായിരുന്നു അവരുടെ ലക്ഷ്യം. ശിവേട്ടന്റെയും രാജീവിന്റെയും മുഖത്ത് ഗൗരവം നിഴലിച്ചിരുന്നു. ബാലചന്ദ്രൻ മുറിയിലേക്ക് കടന്നു ചെന്നപ്പോൾ ആരും തന്നെ ചിരിച്ചില്ല. ഔപചാരികതകൾ ഒന്നുമില്ലാതെ ശിവേട്ടൻ നേരിട്ട് കാര്യത്തിലേക്ക് കടന്നു. എന്താണ് ബാലചന്ദ്ര, ഇത്ര അത്യാവശ്യമായിട്ട് എന്നെ ഇങ്ങോട്ടേക്ക് വിളിപ്പിച്ചത്? ബാലചന്ദ്രന്റെ ചോദ്യത്തിൽ പരിഭ്രമമില്ലായിരുന്നു. ഇന്നലെ പറഞ്ഞതിൽ കൂടുതലായി എനിക്കൊന്നും പറയാനില്ല ശിവേട്ട, ബാലചന്ദ്രൻ ശാന്തനായി പറഞ്ഞു. ഇത് കേട്ടതും രാജീവിന് ദേഷ്യം അടക്കാനായില്ല. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാവും ബാലചന്ദ്ര? ഇതിനൊരു അവസാനം വേണ്ടേ? ഇതിനൊരു അവസാനം വേണ്ട ശിവേട്ട, ഇത് ഇങ്ങനെ തന്നെ മുന്നോട്ട് പോയാൽ മതി. ബാലചന്ദ്രന്റെ മറുപടി തീർത്തും അപ്രതീക്ഷിതമായിരുന്നു. രാജീവ് അന്നേരം പൊട്ടിത്തെറിച്ചു. താൻ എന്താ ബാലചന്ദ്ര ഈ കാണിക്കുന്നത്? താൻ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ. ഞങ്ങളുടെ വീട്ടിൽ അടുക്കളയിലിരുന്ന് ഭക്ഷണം കഴിച്ചിരുന്ന കഷ്ടപ്പാടിൻ്റെ നടുവിൽ നിന്ന ബാലചന്ദ്രനല്ലേ താൻ? ഇപ്പോൾ കുറച്ച് പണം കൈവന്നപ്പോൾ എന്തുമാവാമെന്ന അഹങ്കാരമായോ നിനക്ക്? പഴയ ദാരിദ്ര്യത്തെ ഓർമ്മിപ്പിച്ച് രാജീവ് അപമാനിക്കാൻ ശ്രമിച്ചുവെങ്കിലും ബാലചന്ദ്രൻ കുടുങ്ങിയില്ല. ശിവേട്ട, ഇവനോട് മിണ്ടാതിരിക്കാൻ പറഞ്ഞാൽ ഞാൻ സഹകരിക്കാം. അനാവശ്യമായി വായ തുറന്നാൽ ഞാൻ ഇപ്പം തന്നെ ഇവിടെ നിന്നും ഇറങ്ങിപ്പോവുമെന്ന് ബാലചന്ദ്രൻ ഒരു താക്കീത് പോലെ പറഞ്ഞു. ശിവേട്ടൻ രാജീവിനെ ശാന്തനാക്കി. മധ്യസ്ഥയായി വന്ന രാഷ്ട്രീയക്കാരൻ ബാലചന്ദ്രനെ ഉപദേശിക്കാൻ ശ്രമിച്ചു. പുറത്തു നിന്നൊരാൾ വേണ്ടായിരുന്നു. ഇത് നമ്മുടെ കുടുംബ പ്രശ്നമാണ്. നാളെ എന്തെങ്കിലും നാണക്കേടുണ്ടായാൽ അത് എനിക്കല്ല, നിങ്ങൾക്ക് തന്നെയാണ് പ്രശ്നമെന്ന് ബാലചന്ദ്രൻ അവരെ ഓർമ്മിപ്പിച്ചു. ശിവേട്ടൻ വീണ്ടും ന്യായവാദങ്ങൾ നിരത്തി. ഞങ്ങൾ നിന്നെ വഞ്ചിച്ചെന്നോ? നിന്നെ സ്വന്തം സഹോദരനെ പോലെ കണ്ടില്ലേ ഞങ്ങള്? ഞങ്ങളുടെ ഒരേ ഒരു പെങ്ങളെ നിനക്ക് ഞങ്ങൾ വിവാഹം ചെയ്തു തന്നില്ലേ? അവളെ നീ സ്നേഹിച്ചിരുന്നു എന്നറിഞ്ഞത് കൊണ്ട് തന്നെ നിനക്ക് ഞങ്ങൾ നൽകിയതല്ലേ അവളെ? ഈ വാക്കുകൾ ബാലചന്ദ്രന്റെ ഉള്ളിലെ മുറിവുകൾക്ക് ഉപ്പ് പുരട്ടും പോലെയായിരുന്നു. അയാൾ ഒരു നിഗൂഢമായ ചിരിയോടെ അവരെ നോക്കി. അതൊക്കെ ശരിയാണ് ശിവേട്ട, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നു എന്ന് ഞാനും വിശ്വസിച്ചിരുന്നത്. പക്ഷേ യഥാർത്ഥം അതല്ലെന്നറിഞ്ഞപ്പോൾ ആ ഷോക്ക് നിങ്ങൾക്ക് മനസ്സിലാവില്ല. 23 വർഷം ഞാൻ വിഡ്ഢിയായിരുന്നു. ശിവേട്ടനും കൂട്ടരും ബാലചന്ദ്രനെ ഭീഷണിപ്പെടുത്താൻ തുടങ്ങി. അലീനയെ നീ ആ വീട്ടിൽ നിന്നും ഇറക്കി വിട്ടില്ല എങ്കിൽ ഞങ്ങൾ നിയമപരമായി നീങ്ങും. അവളെ കോടതി കയറ്റും. അവിടെ അവൾ നാണം കെടും. അനാവശ്യമായി ചോദ്യങ്ങളൊക്കെ നേരിടേണ്ടി വരും. അലീനയെ കോടതിയിൽ വലിച്ചിഴക്കുന്നത് ബാലചന്ദ്രന് സഹിക്കാൻ കഴിയുന്ന കാര്യമല്ലായിരുന്നു. പക്ഷേ ആ ഭീഷണിക്ക് മുൻപിൽ പതറുന്നതിന് പകരം അയാൾ തിരിച്ചടിക്കാൻ തന്നെ തീരുമാനിച്ചു. ശരി, നിങ്ങൾ നിയമത്തിന് മുൻപിൽ പോകണമെങ്കിൽ പോയിക്കോളൂ. പക്ഷേ അവിടെ നാണം കെടാൻ പോകുന്നത് ഞാനോ അലീനയോ അല്ല, നിങ്ങൾ തന്നെയായിരിക്കും. ആരാണ് അലീന? താനും അവളും തമ്മിലുള്ള ബന്ധമെന്താണ്? ശിവേട്ടൻ ദേഷ്യപ്പെട്ട് ചോദിച്ചു. രാജീവും ഗിരീഷും ഉത്തരം കേൾക്കാൻ വേണ്ടി കാത്തിരുന്നു. ബാലചന്ദ്രൻ പുച്ഛത്തോടെ പറഞ്ഞു. ശിവേട്ട, ഞാനും അലീനയും തമ്മിൽ രക്തബന്ധമൊന്നുമില്ല. പക്ഷേ അവൾ എനിക്ക് മകളാണ്. എൻ്റെ ഭാര്യയിൽ എനിക്ക് ജനിക്കാതെ പോയ മകൾ, അല്ലെങ്കിൽ എൻ്റെ ഭാര്യയ്ക്ക് മറ്റൊരു പുരുഷനിൽ ജനിച്ച മകൾ. എന്നാൽ ബാലചന്ദ്രന്റെ ആ ഒരു വെളിപ്പെടുത്തൽ ബോംബ് സ്ഫോടനം പോലെ തന്നെ ആ മുറിയിലങ്ങ് മുഴങ്ങി. ശിവേട്ടനും രാജീവും ഗിരീഷും ആകെ ഞെട്ടിത്തരിച്ചു പോയി. ബാലചന്ദ്രൻ തുടർന്നു. അതെ, അവൾ എൻ്റെ മകളാണ്, വൈജയന്തിയുടെ മകള്. എടോ, താൻ എന്തൊക്കെയാടോ പറയുന്നത്? രാജീവൻ അലറി. നിർത്തടാ അവിടെ. ബാലചന്ദ്രന്റെ ശബ്ദം ആ മുറിയിലങ്ങ് മുഴങ്ങി. ഇത്രയും നേരം നിങ്ങൾ പറഞ്ഞതൊക്കെ ഞാൻ കേട്ടു നിന്നു. ഇനിയും പറയും, നിങ്ങൾ കേൾക്കും. തല കുനിച്ചല്ലാതെ നിങ്ങൾക്ക് ഇവിടെ നിന്നും പോവാൻ കഴിയില്ല. ബാലചന്ദ്രൻ തൻ്റെ അന്വേഷണത്തിന്റെ കഥ പറഞ്ഞു തുടങ്ങി. നീലഗിരിയിൽ പോയി അയാൾ കണ്ടെത്തിയ സത്യങ്ങൾ. ശിവേട്ട, വർഷങ്ങൾക്ക് മുൻപ് വൈജയന്തി ആഗ്രയിൽ പോയത് ഓർമ്മയുണ്ടോ? മാലതിയേട്ടത്തിയുടെ പ്രസവത്തിന് സഹായത്തിന്. പ്രസവം കഴിഞ്ഞ് അവൾ ഉടനെ തന്നെ തിരിച്ചു വന്നില്ല. അവിടെ ജോലി കിട്ടിയെന്ന് പറഞ്ഞ് അവൾ അവിടെ തന്നെ നിന്നു. പിന്നെ 1 വർഷം തിരുവനന്തപുരത്ത് ഗിരീഷിന്റെ വീട്ടിൽ താമസിച്ചു. ഗിരീഷിന്റെ മുഖം വിളറി. ബാലചന്ദ്രൻ ഗിരീഷിന് നേരെ അങ്ങ് തിരിഞ്ഞു. പറ ഗിരീഷേ, എന്തിനായിരുന്നു വൈജ നിന്റെ വീട്ടിൽ 1 വർഷം ഒളിവിൽ താമസിച്ചത്? അന്ന് വൈജ പ്രസവിച്ച പെൺകുഞ്ഞിനെ ഏത് അനാഥാലയത്തിലാണ് നിങ്ങൾ കൊണ്ടുപോയി തള്ളിയിട്ടത്? ആ ചോദ്യത്തിനു മുന്നിൽ അവർ എല്ലാവരും ആകെ തകർന്നു പോയി. വൈജയന്തിയുടെ ഗർഭവും പ്രസവവും ഒളിപ്പിക്കാൻ നടത്തിയ നാടകങ്ങൾ ബാലചന്ദ്രൻ ഓരോന്നോരോന്നായി അങ്ങ് പൊളിച്ചടക്കി കൊടുത്തു. ആഗ്രയിൽ വെച്ച് ഏതോരുത്തനുമായി പ്രണയബന്ധമുണ്ടായി ഗർഭിണിയായ വൈജയന്തിയെ നാട്ടുകാരറിയാതെ തിരുവനന്തപുരത്തെത്തിച്ച് പ്രസവിപ്പിച്ചു. ആ കുഞ്ഞിനെ കൊന്നു കളഞ്ഞില്ലേ നിങ്ങൾ? ബാലചന്ദ്രന്റെ ചോദ്യം കൂരിരുന്നത് പോലെ തന്നെ ഓരോരുത്തരുടെയും മനസ്സിൽ തറച്ചു. ശിവേട്ടൻ വിക്കി വിക്കി പറഞ്ഞു. ആ കുഞ്ഞ് അത് മരിച്ചുപോയി ബാലചന്ദ്ര. കള്ളം പറയരുത് ശിവേട്ട, ബാലചന്ദ്രൻ അലറിക്കൊണ്ട് പറഞ്ഞു. ആ കുഞ്ഞ് മരിച്ചിട്ടില്ല. നിങ്ങളുടെ അച്ഛൻ കുഞ്ഞിരാമ മേനോൻ ആ കുഞ്ഞിനെ ഒരു അനാഥാലയത്തിൽ ഏൽപ്പിച്ചിരുന്നു.
വൈജയന്തിയോട് കുഞ്ഞു മരിച്ചെന്ന് കള്ളം പറഞ്ഞു. സ്വന്തം മകളെയും മരുമകനെയും വഞ്ചിച്ച ക്രൂരത. ബാലചന്ദ്രൻ സത്യത്തിന്റെ ആഴത്തിലേക്ക് ഇറങ്ങി. അച്ഛൻ മരിക്കുന്നതിന് മുൻപ് ആ പാപബോധം അദ്ദേഹത്തെ വേട്ടയാടി. ആ അനാഥാലയത്തിലെ സ്ത്രീ മരിക്കാറായപ്പോൾ കുഞ്ഞിനെ ഏറ്റെടുക്കാൻ ആവശ്യപ്പെട്ടു. അങ്ങനെയാണ് മനുവിനെ വിട്ട് ആ കുട്ടിയെ, അലീനയെ തിരികെ വീട്ടിലേക്ക് എത്തിച്ചത്. സ്വന്തം കൊച്ചുമോളെ വീട്ടുജോലിക്കാരിയായി ആ വീട്ടിലേക്ക് അങ്ങ് കയറ്റി. അലീന എന്ന അനാഥ പെൺകുട്ടി മറ്റാരുമല്ല, സ്വന്തം ഭാര്യയുടെ രഹസ്യ കാമുകനുള്ള മകളാണ് എന്ന സത്യം ബാലചന്ദ്രൻ തിരിച്ചറിഞ്ഞ നിമിഷം ആ തിരിച്ചറിവ് അയാളെ തളർത്തുകയല്ല, മറിച്ച് ആ പെൺകുട്ടിയോട് അളവറ്റ സ്നേഹം തോന്നിക്കുകയാണ് ചെയ്തത്. ബാലചന്ദ്രന്റെ വാക്കെല്ലാം കേട്ടുകൊണ്ട് തന്നെ തറയിൽ നോട്ടം ഉറപ്പിച്ചു നിൽക്കുന്ന ഭാര്യ സഹോദരന്മാരോട് ബാലചന്ദ്രൻ വികാരഭരിതനായി പറഞ്ഞു, അവൾ വൈജയന്തിയുടെ മകളായിരിക്കാം, പക്ഷേ എനിക്കവൾ എൻ്റെ സ്വന്തം മോളാണ്. ഇത്രയും നാൾ അവൾ അനാഥയായി അനുഭവിച്ച വേദനകൾക്ക് പകരമായി ഇനിയുള്ള കാലം ഞാൻ അവൾക്ക് കൂട്ടിനുണ്ടാവും. അവളെ ആ വീട്ടിൽ നിന്നും നിങ്ങൾ ഇറക്കി വിട്ടു കഴിഞ്ഞാൽ ആ നിമിഷം ഞാനും അവളോടൊപ്പം അവിടെ നിന്നും ഇറങ്ങും. അത് കേട്ട് ശിവേട്ടനും രാജീവനും ആ ഒരു പരാജയം അങ്ങ് സമ്മതിച്ചു. തങ്ങൾ ഇത്രയും കാലം ഒളിപ്പിച്ചു വെച്ച കുടുംബരഹസ്യം ബാലചന്ദ്രൻ അറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഇനി ഭീഷണികൾക്കൊന്നും അവിടെ പ്രസക്തിയില്ല. ബാലചന്ദ്രൻ എന്ന വ്യക്തിയുടെ മുന്നിൽ അവർ തീർത്തും ചെറുതായി പോയിരുന്നു. താൻ ചോദിച്ചതിന് ഉത്തരം കിട്ടിയില്ലേ? ഇനി എന്താ ചെയ്യേണ്ടത്? അവളെ കൊല്ലണോ അതോ തെരുവിലേക്ക് വലിച്ചെറിയണോ? ബാലചന്ദ്രന്റെ പരിഹാസം കലർന്ന ചോദ്യത്തിനു മുന്നിൽ മറുപടിയില്ലാതെ അവരാകെ തലകുനിച്ചു നിന്നു. ആ മുറിയിൽ ബാലചന്ദ്രൻ വിജയിച്ചു നിൽക്കുമ്പോൾ വഞ്ചനകളുടെയും രഹസ്യങ്ങളുടെയും കോട്ടകളെല്ലാം തകർന്നു വീഴുന്നുണ്ടായിരുന്നു. തൻ്റെ പെങ്ങളുടെ ഒരേ ഒരു പുത്രിയാണ് അലീന എന്ന് മനസ്സിലാക്കിയതോടുകൂടി തന്നെ ആ ആങ്ങളമാരെല്ലാവരും ആകെ തകർന്നു പോയി. അങ്ങനെ സത്യമെല്ലാം മനസ്സിലാക്കിയതിനു ശേഷം പിന്നീട് അവർക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. ബാലചന്ദ്രൻ വിജയിച്ച ഭാവത്തിൽ തന്നെ അവിടെ നിന്നും പടിയിറങ്ങി പോന്നുവെങ്കിലും അവരുടെ മനസ്സെല്ലാം തന്നെ കലുഷിതമായിരുന്നു. അവരുടെ ഒരേ ഒരു പെങ്ങൾ വൈജയന്തിയെ അവരിനി എങ്ങനെ സമാധാനിപ്പിക്കും? ഈ സത്യമെല്ലാം തന്നെ ബാലചന്ദ്രൻ തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്ന കാര്യം വൈജയന്തി അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? ഒരിക്കലും ഈ ആങ്ങളമാർക്ക് ഈ ഒരു സത്യം വൈജയന്തിയോട് തുറന്നു പറയാനും കഴിയില്ല. എന്തുകൊണ്ടാണ് ബാലചന്ദ്രൻ അലീനയെ ഇത്രമാത്രം സംരക്ഷിക്കുന്നത് എന്നുള്ള സത്യമെല്ലാം അവർക്ക് മനസ്സിലാവുന്നതോടുകൂടെ തന്നെ ശരിക്കും ബാലചന്ദ്രന്റെ പ്രവൃത്തിയിൽ അവർക്കെല്ലാവർക്കും കുറ്റബോധം തോന്നിപ്പോകുന്ന ഒരടിപൊളി സൂപ്പർ എപ്പിസോഡുകളൊക്കെ തന്നെയാണ് കേട്ടോ ഇനി വരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഉടനെ വരാം. ബൈ.